ഇരട്ട കൊലപാതകത്തിൽ പ്രതി സജി പിടിയിൽ. വീടിന് സമീപത്തെ പറമ്പിൽ നിന്നുമാണ് പിടികൂടിയത്. സജി പിടികൂടുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമാണോ നോക്കാം. ഈ ഇരട്ട കൊലപാതകം നടന്ന നെടുങ്കണ്ടത്തെ വീട്ടിലേക്ക് പോലീസ് അന്വേഷണത്തിനെത്തിയതോടെ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോവുകയായിരുന്നു സജി. സംഘത്തെ തിരിഞ്ഞ് പോലീസ് കഴിഞ്ഞങ്ങളിലൊക്കെ നടത്തിയ പരിശോധനയ്ക്കോൾ ഇറക്കിയിരിക്കുന്നത് സജിയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അമ്മയുടെയും മകന്റെയും കൊലപാതകം, സജിയുടെ തന്നെ അമ്മയുടെയും സഹോദരന്റെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസാണ് ഇത്. ഒരു മാസമായി ഈ അമ്മയെയും മകനെയും, മേരിക്കുട്ടിയെയും മകൻ റജിയെയും കാണാനുണ്ടായിരുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് സഹോദരി പരാതി നൽകിയിരുന്നു. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ ആണ് പോലീസ് പരിശോധന നടത്തിയത്. അതിനിടയിലാണ് വീടിന് സമീപത്തെ മണ്ണിളകി കിടക്കുന്നത് കണ്ടത്. അവിടെ ഒരു പട്ടിക്കൂടും ഉണ്ടായിരുന്നു. ചില ഏലത്തൈകളൊക്കെ ആ മണ്ണിളകി കിടക്കുന്ന പ്രദേശത്ത് നട്ടുപിടിപ്പിച്ചിരുന്നു. പക്ഷെ അതൊക്കെ സംശയമുണ്ടാക്കി അവിടെ കുഴിച്ചു നോക്കിയപ്പോഴാണ് ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും പഴക്കമുള്ള ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും ചെയ്തത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങൾ കുറച്ചു മുമ്പ് പ്രേക്ഷകർ കണ്ടു. ഇവരുടെ തന്നെ അച്ഛൻ മാത്യു പാസ്റ്ററുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടും വീട്ടുകാർക്ക് സംശയമുണ്ട്. സജിയുടെ മൊഴികളിലെയും സജി പറഞ്ഞ ചില കാര്യങ്ങളിലെയും വൈരുദ്ധ്യമാണ് ഈ സംശയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, ആ ദൃശ്യങ്ങൾ കാണുകയായിരുന്നു. സജിയെ പോലീസ് പിടികൂടി സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ. ഇയാളുടെ മൊത്തം ശരീരഭാഷയിലാകെ ചില ആശങ്കകളുണ്ട്. എന്താണ് വിവരങ്ങൾ പോലീസ് നൽകുന്നത്? അല്പസമയം മുമ്പാണ് ഈ പ്രതി എന്ന് സംശയിക്കുന്ന സജിയെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ പ്രതിയെ എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുകയും ചെയ്തത്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് സജിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇടുക്കി SP KM സാബു ഈ പോലീസ് സ്റ്റേഷനിലെത്തും. അതിനുശേഷം SP-യുടെ നേതൃത്വത്തിൽ പ്രതിയെ വിശദമായി തന്നെ, പ്രതി എന്ന് സംശയിക്കുന്ന സജിയെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും എന്നതാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്താണെങ്കിലും അല്പസമയം മുമ്പായിരുന്നു ഈ കൃത്യം നടത്തിയ വീടിന് സമീപത്ത് നിന്നും, അതായത് രണ്ടുപേരുടെ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ വീടിന് സമീപത്ത് നിന്ന് തന്നെ, അതേ വീടിന്റെ പറമ്പിൽ നിന്ന് തന്നെ ഈ സജിയെ കണ്ടെത്തുകയും ചെയ്തത്. അത് സംബന്ധിച്ചിടത്തോളം പോലീസിന് വലിയ ആശ്വാസകരമായ ഒരു നടപടി കൂടിയാണ്. ഇനിയിപ്പോൾ ഈ വിശദമായി തന്നെ ചോദ്യം ചെയ്തതിൽ ഈ കേസിന്റെ ചുരുളഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൂടാതെ ഈ കാണാതായ പ്രതി എന്ന് സംശയിക്കുന്ന സജിയാണ് ഇപ്പോൾ പോലീസ് ഒളിവിടത്തിൽ നിന്ന് കണ്ടെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്.